ഇന്നിതാ നമ്മൾ മാറ്റി ഒരുങ്ങിയിട്ടുള്ളത് നമ്മളെ വീട്ടിലേക്ക് പോകാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇമ്മയും മക്കളും കാക്കയും കൂടി നാത്തൂൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഓരോപ്പം കൂടിയതാണ് കേട്ടോ ഞാൻ വീട്ടിലേക്ക് പോകാനും വേണ്ടി. അങ്ങനെ ഇതാ ഗേറ്റൊക്കെ അടിച്ചിട്ട് നമ്മൾ കാറ് കയറിയിട്ടുണ്ട്. അപ്പോൾ മക്കളൊക്കെ നാത്തൂൻ്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്കും. അപ്പോൾ ഇതാ നമ്മളെ ഇവിടെ ഇറക്കി തന്നിട്ട് ഓരങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഇവിടെ വന്ന പാടുമ്പോൾ മാങ്ങ ഒക്കെ ചെത്തി തന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മ ചെത്തിയ മാങ്ങ കത്തി എന്താ മുളക് എൻ്റെ കത്തിയാണെന്ന് തോന്നുന്നു. നല്ല ചെറിയൊക്കെ നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തട്ടം കൊണ്ടൊക്കെ ഒന്ന് തുടച്ചതാണ്. അവിടുന്ന് കുറച്ച് കഴിഞ്ഞതാ ഞാൻ അമ്മായിൻ്റെ അടുത്തേക്ക് വന്ന് നോക്കിയതാണ്. അപ്പോൾ പെര ചുറ്റും നടന്നിട്ട് അമ്മായിനെ കാണാനില്ല. അങ്ങനെ അവിടുന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മായി വന്നിട്ടുണ്ടായിരുന്നു. റേഷൻ കടയ്ക്ക് പോയതായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ എത്തിയപാട് നിൽക്കുന്ന അമ്മായി കർമ്മത്തിയൊക്കെ ഒന്നിതാ കട്ടാക്കി തന്ന്. അങ്ങനെ അവിടുന്ന് വീണ്ടും നമ്മളൊരു ഉച്ച ടൈം ആയപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ വന്നിട്ടുണ്ട്. വന്ന പാടുമ്മ മുരിങ്ങൻ്റെ ഇല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാ. ഇനിയിപ്പോൾ ചോറ് വിളമ്പാനുള്ള പരിപാടിയാണ്. അങ്ങനെ ദപ്പാക്ക് ചോറൊക്കെ വിളമ്പി കൊടുത്ത് കൂടെ ഞങ്ങളും എല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കാണ് കേട്ടോ. നമ്മൾ ഡൈനിങ് ഹാളിൽ ഇതാ ഒക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഉമ്മ ഇട്ടതാണ് കേട്ടോ അച്ചാർ 3 പിന്നെ ടൈപ്പിൽ ഇതൊക്കെയാണ് മാങ്ങ അച്ചാർ റെഡി ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ 3 ടേസ്റ്റ് ചെയ്യാനും വേണ്ടി ഇതാ കൊടുന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങയും ചക്കക്കൂരും ഇട്ടുകൊണ്ടുള്ള കറിയും മുരിങ്ങൻ്റെ ഉപ്പേരിയും ചിക്കൻ പൊരിച്ചതും അതുപോലെ ആനച്ചവിട്ടി പൊരിച്ചതും അച്ചാറും ഇതൊക്കെ തന്നെ ധാരാളമല്ല. പിന്നെ പോരാത്തിന് പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ഇതാ നല്ല നാടൻ ഫുഡും ചോറ് കൂട്ടാനും കറിയും കഴിച്ചു കേട്ടോ. അങ്ങനെ ഇതാ ഉച്ചക്കൊരു ഉറക്കൊക്കെ ഉറങ്ങി ഉമ്മ വൈകുന്നേരം ചായയൊക്കെ ഇതാ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതാ അനിയത്തിക്ക് വീഡിയോ കോൾ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഓളായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ പാൽച്ചായ കേട്ടോ അമ്മ റെഡിയാക്കിയിട്ടുള്ളത്. അങ്ങനെ ഇതാ നമ്മളെ കൂടെ നമ്മളെ കുക്കുടും ഉണ്ട്, കിട്ടുമല്ല കുക്കുടും ഉണ്ട് കേട്ടോ. അപ്പം എൻ്റെ കൂടെ വരെ ബെഡ്മ വന്ന് ബെഡ് കയറി കിടക്കണതും എനിക്ക് പറ്റൂല കേട്ടോ. എന്നാലും ഉമ്മാൻ്റെ പൂച്ചല്ലേ വിചാരിച്ചിട്ടും ഉണ്ടാകും ഞാൻ അവിടെ ഇരുന്ന്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ മാങ്ങ ക്കാനും വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അമ്മ മാങ്ങ കറുത്ത് റെഡിയാക്കി തന്ന്. അതുപോലെ ഉമ്മ ഇട്ടിട്ടുള്ള 2 ഐറ്റം അച്ചാർ ദമ്മ റെഡിയാക്കി കുപ്പിയിലൊക്കെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മാങ്ങ റെഡിയാക്കി തന്ന്. പിന്നെ ഇവിടെ നെല്ല് കുത്തിയ കുറേരി ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ നെല്ല് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുത്തിയിട്ടുള്ള കുറേരി ഇതാ കവറിൽ ആക്കി തന്ന്. ഉമ്മമാരാകുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലേ, ഒക്കെ ഒരുക്കി നമുക്ക് പോകാൻ നേരത്തെ ഒക്കെ റെഡിയാക്കി തരും. അങ്ങനെ അതൊക്കെ റെഡിയാക്കിയതിൻ്റെ ശേഷം ഇതൊക്കെ നമ്മൾ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അമ്മ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് നനക്കാനും വേണ്ടി ഇതാ മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞാനും കൂടെ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളെ കൂടെ കുക്കുടു ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനൊക്കെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ കളിപ്പിച്ച്. അപ്പോൾ അവനക്ക് ഇവിടെ ഒരു ശത്രു ഉണ്ട് കേട്ടോ. കാരണം ഉമ്മക്ക് പൂച്ചനെ ഇഷ്ടമുള്ളതുകൊണ്ട് ഓരോരുത്തർ കൊടുന്ന് ഒഴിവാക്കൽ ഇവിടെ വീടിൻ്റെ മുറ്റത്തേക്കാറ്. അപ്പോൾ അങ്ങനെ ആരോ കൊടുന്നിട്ട് പോയതാണ് ഈ ഒരു പൂച്ചക്കുട്ടി. ചെറുതാണ് കേട്ടോ. അപ്പോൾ അതിനവനക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അപ്പോൾ അതിനെറ്റി നേരെ തല്ലുംപൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ മരിഭാഗമൊക്കെ കൊടുക്കാനായപ്പോൾ ഇതാ ആങ്ങളെ മദ്രസക്ക് പോകാൻ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കൊടിഞ്ഞിക്ക് പോകും.